സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പിടിമുറുക്കുകയാണ്. എലിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, H1N1 തുടങ്ങിയ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇതിൽ എലിപ്പനി ബാധിച്ച ഈ വർഷം സംസ്ഥാനത്ത് മരിച്ചത് 121 പേരാണ്. ഇതിനു പുറമെ 102 പേരുടെ മരണം എലിപ്പനി മൂലമാണെന്ന് സംശയിക്കുന്നുമുണ്ട്. ഏറ്റവും കൂടുതൽ പേരുടെ ജീവനെടുത്ത പകർച്ചവ്യാധിയും എലിപ്പനിയാണ്. എലിപ്പനി ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം മുൻകാലങ്ങളേക്കാൾ കൂടുന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. പിടിച്ചു നിർത്താനാകാത്ത വിധം രോഗങ്ങൾ പടരുന്നതിനാൽ താഴെത്തട്ടിലേക്ക് ഇറങ്ങി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രതിരോധ പ്രചാരണത്തിന് തയ്യാറെടുക്കുകയാണ് ആരോഗ്യവകുപ്പ് അധികൃതർ. ജൂണിൽ 18 പേരും ജൂലൈയിൽ 27 പേരും ഓഗസ്റ്റ് 21 വരെ 23 പേരും എലിപ്പനി ബാധിച്ചു മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. എക്കാലത്തെയും ഉയർന്ന എലിപ്പനി കണക്കാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മാസം ഇതുവരെ 2 ലക്ഷത്തിന് മുകളിൽ ആളുകൾ വൈറൽ പനിക്ക് ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. 1937 പേർക്കാണ് ഡെങ്കി സ്ഥിരീകരിച്ചത്. 434 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളും നിരീക്ഷണവും താഴെത്തട്ടിൽ പാളി എന്നതിന്റെ തെളിവായി മാറുകയാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത്. കഴിഞ്ഞ വർഷം സംസ്ഥാനത്താകെ 831 പേർക്കായിരുന്നു എലിപ്പനി സ്ഥിരീകരിച്ചത്. 39 മരണവും സ്ഥിരീകരിച്ചിരുന്നു. പ്രളയമുണ്ടായ 2018 പോലും സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 32 പേർ മാത്രമാണ് എലിപ്പനി ബാധിച്ചു മരിച്ചത്. പല കേസുകളിലും എലിപ്പനി സ്ഥിരീകരിക്കുന്നത് രോഗി അതീവ ഗുരുതരാവസ്ഥയിലെത്തുമ്പോഴാണ്. എലിപ്പനി ബാധിച്ചാൽ അത് വളരെ വേഗം ആന്തരിക അവയവങ്ങളെ ബാധിക്കും. അതിനാൽ നേരത്തെ രോഗം കണ്ടെത്തണം. ഒരു സൈലന്റ് കില്ലറാണ് എലിപ്പനി എന്ന് വേണം പറയാൻ. എങ്ങനെയാണ് എലിപ്പനി പകരുന്നതെന്ന് നോക്കാം. എലികളുടെ മൂത്രത്തിലൂടെയാണ് രോഗാണുക്കൾ പുറത്തു വരുന്നത്. എലികൾക്ക് പുറമെ അണ്ണാൻ, പശു, ആട്, നായ എന്നിവയുടെ മൂത്രം, വിസർജ്യം മുതലായവ കലർന്ന വെള്ളവുമായി സമ്പർക്കം വരുന്നവർക്കും ഈ രോഗമുണ്ടാകാം. തൊലിയിലുള്ള മുറിവുകളിൽ കൂടിയോ കണ്ണ്, മൂക്ക്, വായ വഴിയോ രോഗാണു മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നു. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ ഇവയാണ്. പെട്ടെന്നുണ്ടാവുന്ന ശക്തമായ പനിയും പനിയോടൊപ്പം ചിലപ്പോൾ വിറയലും ഉണ്ടാവാം. കഠിനമായ തലവേദന, പേശിവേദന, കാൽമുട്ടിന് താഴെയുള്ള വേദന, നടുവേദന, കണ്ണിന് ചുവപ്പ് നിറം, മഞ്ഞപ്പിത്തം, ത്വക്കിനും കണ്ണുകൾക്കും മഞ്ഞ നിറമുണ്ടാവുക, മൂത്രം മഞ്ഞ നിറത്തിൽ പോവുക എന്നീ രോഗലക്ഷണങ്ങളും ഉണ്ടാകാം. ശക്തമായ പനിയോടൊപ്പം മഞ്ഞപ്പിത്തം ഉണ്ടാവുന്നുവെങ്കിൽ എലിപ്പനിയാണോ എന്ന് സംശയിക്കണം. മഞ്ഞപ്പിത്തത്തോടൊപ്പം വിശപ്പില്ലായ്മ, മനം മറിച്ചിൽ, ഛർദി എന്നിവയും ഉണ്ടാവാം. ചിലർക്ക് വയറുവേദന, വയറ്റിളക്കം, ത്വക്കിൽ ചുവന്ന പാടുകൾ എന്നിവയും ഉണ്ടാവാം. ശരീരത്തിലെ ആന്തരികാവയവങ്ങളായ കരൾ, ശ്വാസകോശം, വൃക്കകൾ, ഹൃദയം, മസ്തിഷ്കം എന്നിവയെ ബാധിക്കുമ്പോഴാണ് എലിപ്പനി മാരകമാകുന്നത്. എലിപ്പനി കരളിനെ ബാധിക്കുമ്പോൾ മഞ്ഞപ്പിത്തവും, വൃക്കകളെ ബാധിക്കുമ്പോൾ മൂത്രത്തിന്റെ അളവ് കുറയുക, രക്തം കലർന്ന മൂത്രം പോവുക, കാലിൽ നീരുണ്ടാവുക എന്നിവയും ഉണ്ടാകുന്നു. ചിലരിൽ രക്തസ്രാവവും ഉണ്ടാവാം. ഇനി എലിപ്പനിയെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നോക്കാം. മലിനജലവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവരും, ശുചീകരണ തൊഴിലാളികളും, വെള്ളത്തിലിറങ്ങുന്ന സന്നദ്ധ പ്രവർത്തകരും വ്യക്തി സുരക്ഷാ ഉപാധികളായ കയ്യുറ, മുട്ടുവരെയുള്ള പാദരക്ഷകൾ, മാസ്ക് എന്നിവ ഉപയോഗിക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുട്ടികളെ കളിക്കാൻ അനുവദിക്കരുത്. വെള്ളത്തിലിറങ്ങിയാൽ കൈയും കാലും സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകണം. മലിനജലവുമായി സമ്പർക്കം വരുന്ന കാലയളവിൽ പരമാവധി 6 ആഴ്ചത്തേക്ക് ആഴ്ചയിലൊരിക്കൽ ഡോക്സിസൈക്ലിൻ ഗുളിക 200 മില്ലിഗ്രാം കഴിക്കണം. എലിപ്പനിക്കെതിരെ ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങളും ചികിത്സയുമാണുള്ളത്. പല കേസുകളിലും എലിപ്പനി സ്ഥിരീകരിക്കുന്നത് രോഗി അതിഗുരുതരാവസ്ഥയിൽ എത്തുമ്പോഴാണ് എന്നതാണ് കാര്യം. എലിപ്പനിയുടെ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണം. യാതൊരു കാരണവശാലും സ്വയം ചികിത്സ പാടില്ല.